ഹായ് മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിട്ടുള്ള സ്ക്വിഡ് ഗെയിമിലെ കുക്കിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി ടാസ്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ട് പോയാലോ. കമോൺ ഗൈസ്. മച്ചന്മാരെ, ആദ്യം തന്നെ നമ്മൾ ബർണർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഗ്യാസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യണം. അതെ, നമ്മുടെ ബ്യൂട്ടൈൻ ഗ്യാസ് ആണിത്. അപ്പം ഇത് നമ്മൾ ഈ ഒരു സ്റ്റൗവിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. യെസ്, അത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് സെറ്റാക്കി എടുക്കണം. യെസ്, അങ്ങനെ നമ്മുടെ സ്റ്റൗ സെറ്റായിരിക്കുകയാണ്. ദേ, ഇത് കണ്ട. അപ്പോൾ നമുക്ക് ഈ സാധനം ഇങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ, അപ്പോൾ നമ്മളിതാ 2 ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എണ്ണ തൂത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ ഇതാ ഈ ഒരു ടൈൽ പീസിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് വെച്ചിട്ട് എണ്ണ തൂത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമ്മളിതാ ഇതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബട്ടർ പേപ്പറെല്ലാം എണ്ണ തൂത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇനി നമ്മുടെ അച്ചെടുക്കാം. ഈ 3 ഷേപ്പിലാണ് നമ്മൾ കുക്കീസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹേർട്ടിൻ്റെയും സ്റ്റാറിൻ്റെയും പൂവിൻ്റെ ഷേപ്പിലുള്ളൊരു സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് കുക്കീസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര. നമ്മളിതാ അളവിന് സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബേക്കിംഗ് സോഡയും നമുക്ക് ആവശ്യമാണ്. എന്നിട്ട് നമ്മളിതാ പാൻ എടുത്തിട്ടുണ്ട്, ഒരു സ്പൂണും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. സ്റ്റാൻഡ് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവനെ ഇവിടോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളിതാ ഈ സ്പൂണിന് 6 സ്പൂൺ അളവാണ് നമ്മളിടുന്നത്. 1 2 3 4 5 6 സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആഹാ, നമ്മുടെ ഗ്യാസ് കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നൈസ് വെച്ച് കൊടുക്കാം. ഇതെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാവൂ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാ നോക്കി, നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. 6 ടീസ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മച്ചന്മാരെ, ഇവിടെ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വേണം ഈ ഒരു പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പഞ്ചസാര കരിഞ്ഞു പോവും. എത്രത്തോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് എടുക്കുന്നോ അത്രയ്ക്ക് അതിനനുസരിച്ചിരിക്കും നമ്മുടെ കുക്കി റെഡിയായി വരുന്നത്. എങ്ങാനും ഒരു ശകലം മാറിക്കഴിഞ്ഞാൽ മൊത്തം കുളമാവും. അതാണ് വളരെ ലോ ഫ്ലെയിമിൽ പതുക്കെ മാത്രം നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ പഞ്ചസാര ഇതാ ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ മച്ചന്മാരെ, ഇതേ നമ്മുടെ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതേ നോക്കിയാൽ മച്ചന്മാരെ, ഇത് കണ്ടോ, നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഏകദേശം ഒക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇളക്കണം. ഈ സ്പൂണിലെല്ലാം ഇളകി പോകണം. ഇതേ നമ്മുടെ കംപ്ലീറ്റ് സംഭവം നമ്മൾ ഉരുകി വന്നിട്ടുണ്ട്. ഇതാ നോക്കി. ഇതേ മച്ചന്മാരെ, ഇതാ നമ്മൾ അങ്ങനെ പഞ്ചസാരയെല്ലാം മെൽറ്റാക്കി സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് ഒരു ശകലം സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ തീ കെടുത്തി നമുക്ക് ഈ ഒരു സാധനം ഇങ്ങോട്ട് വെക്കാം. നമ്മളിതാ സോഡാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സോഡാപ്പൊടി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വളരെ ഫാസ്റ്റിലുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ ഒന്ന് ഡിലേ ആയി കഴിഞ്ഞാൽ ഇത് മൊത്തം പാളിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ സാധനം നമ്മൾ ഇങ്ങനെ ഇത് കണ്ടോ. ഇനി നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഒഴുക്കി കൊടുക്കാൻ പോവാണ്. നോക്കിയോ, ഇതാ ഇത് കണ്ടോ. ഇതിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ച് ആഹാ മച്ചന്മാരെ, അപ്പോൾ നമുക്ക് നമ്മുടെ സിമ്പിൾ എടുത്ത് വെച്ച് കൊടുക്കാം. ഇതാ ആദ്യം നമ്മൾ ഹാർട്ട് ഷേപ്പിലുള്ളതാണ് വെക്കുന്നത്. അപ്പം നമുക്കിത് ഇത് നൈസായിട്ട് ഇതാ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കണം. അത് വളരെ കട്ടിയായിട്ടില്ല, ലൂസായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇതിവിടെ നമ്മൾ ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കണം. അതിന് ശേഷം നമ്മൾ വെക്കുന്നത് ഇതാ അതേ മച്ചന്മാരെ, അങ്ങനെ നമ്മൾ 2 എണ്ണം വെച്ചിരിക്കുകയാണ്. മച്ചന്മാരെ, ഇനി നമുക്ക് ഇത് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇത് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇവൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതാ അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടും. ഇനി അടുത്തതിൽ നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. അല്ലേ, നമ്മളങ്ങനെ ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണ്.
അടുത്ത് നമ്മൾ അപ്പം തന്നെ ഇത് റിലീസ് ചെയ്തെടുക്കണം. അപ്പോൾ അതേ കണ്ട, ഇത് ഡയറക്റ്റ് നമ്മൾ പ്ലേറ്റിലോ ഷീറ്റിലോ ഒക്കെ ഒഴിക്കുന്നതെങ്കിൽ ഇത് ഒരിക്കലും ഇളകി വരത്തില്ല. അതുപോലെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇത് സംഭവം നമ്മൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ഈ ഒരു ഹാർട്ടിനകത്ത് നിന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ മച്ചന്മാരെ ഇതാ നമ്മുടെ ഹാർട്ട് ഇളക്കിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റാർ ഇളക്കിയെടുക്കാം. വളരെ പെതുക്കെ വേണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇതിങ്ങനെ നമുക്ക് ബെൻഡ് ചെയ്ത് വേണം ഇളക്കാൻ. ഇതാ നമ്മൾ ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ലൂസായി വരും. അപ്പോൾ അതുപോലെ ഒന്ന് കുലുക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ ഇളക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഇളകി വരത്തില്ല, പൊട്ടിപ്പോവും. ഇതാ അങ്ങനെ നമ്മൾ പതുക്കെ ആട്ടി നമ്മുടെ ഈ അച്ച് ഊരിയെടുക്കുകയാണ്. ഇതാ നോക്കിയേ, അങ്ങനെ നമ്മൾ ഏകദേശം ഇളക്കിയിട്ടുണ്ട്. ഇതാ കണ്ട മച്ചാന്മാരെ, ഇതേ നോക്കി, അങ്ങനെ നമ്മൾ ഏറെ പണിപ്പെട്ട് നമ്മുടെ കൊറിയൻ ഷുഗർ ക്യാൻഡി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടാസ്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൊറിയൻ ഷുഗർ ക്യാൻഡി സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് നെറ്റ്ഫ്ലിക്സ് സീരീസിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ഗെയിം കളിക്കുന്നത്. അതേ ഗെയിമാണ് നമ്മളും കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയും ഈ ഒരു ഹേർട്ടും ഈ ഒരു സ്റ്റാറും ആരാണോ ഈ സൈഡ് പൊട്ടിച്ചിട്ട് ഈ ഒരു സ്റ്റാറും ഹേർട്ടും പൊട്ടാതെ ആരാണോ ഇതിനകത്ത് നിന്ന് ഇളക്കിയെടുക്കുന്നത് അവരായിരിക്കും വിജയ്. അപ്പം ഇതിൻ്റെ ടാസ്ക് നമ്മുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ ഒരു റൗണ്ടിൽ നിന്ന് ഇത് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് പാടാണ് ഈ സംഭവം. ആദ്യം നമുക്കാണ് ടാസ്ക്. ഈ സംഭവം ഇത് പൊട്ടിപ്പോകാതെ നമ്മൾ ഇളക്കിയെടുക്കണം ആദ്യമേ, എന്നെങ്കിൽ മാത്രമേ നമുക്കിത് ടാസ്കിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് ഇതാ ഇത്രയും ഭാഗം മാത്രമാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം എങ്ങനെ ഇളക്കുന്നതെന്ന്. ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മുട്ടുസൂചി എടുത്തിട്ടുണ്ട്. ഈ സൂചി വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. ഇത് ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. ഇങ്ങനെ വരഞ്ഞ് നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് നമ്മളിത്. ശരിക്കും പറഞ്ഞാൽ ഇത് ടാസ്ക് ചെയ്യുന്നവരെക്കാളും വലിയ ടാസ്ക് നമുക്കായിരുന്നു. പക്ഷേ ഈ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷുഗർ ക്യാൻഡി നമ്മൾ ഒരുപാട് തപ്പി, പക്ഷേ കിട്ടിയില്ല. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാമെന്നൊരു റിസർച്ച് നടത്തി അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. അപ്പം നമ്മളങ്ങനെ കൊറിയൻ ക്യാൻഡി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നമ്മൾ നൈസായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിപ്പോരും. അങ്ങനെ ഔട്ടർ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ നൈസായിട്ട് നമ്മൾ നടുക്കത്തെ സെൻറ്റർ ഭാഗം കട്ട് പൊടിഞ്ഞു പോകാതെ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. അതിനുശേഷം അടിയിലെ പേപ്പർ നമ്മൾ വലിച്ചിളക്കിയെടുക്കണം. ഓക്കെ, ഒരു ഭാഗം പോലും ഇങ്ങനെ പന്നലായി പോകാതെ നമ്മളിതാ ഇങ്ങനെ നൈസായിട്ട് ഈ പേപ്പർ ഇങ്ങനെ കീറി താഴ്ത്തണ്ട. യെസ്, ഇതാണ് ഇതിൻ്റെ ഫൈനൽ പീസ്. ഇതുകൂടെ നമുക്ക് സെറ്റാക്കി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇതേ മച്ചന്മാരെ നോക്കി, കൊറിയൻ ഷുഗർ ക്യാൻഡി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടാസ്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ചലഞ്ച് കളിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അവിടെ വന്നിട്ട് ഈ ഒരു ടാസ്ക് അടിക്കുന്നതായിരിക്കും. അപ്പം ഇതിൽ ഒരെണ്ണം മാത്രമാണ് നമ്മൾ ഇളക്കി എടുത്തിട്ടുള്ളത്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് നമുക്ക് ഇളക്കിയെടുക്കാം. യെസ് യെസ്, ഇത് ഇച്ചിരി പാടാണ്. ഇത് ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. യെസ്, നമ്മളിവിടെ വെച്ചിട്ട് ഒടിച്ചെടുത്തിരിക്കുകയാണ്. അടുത്ത ഇവിടെ നമുക്ക് ഒടിക്കാം. ഈ ഒരു വലിയ പീസ് സക്സസ്ഫുള്ളി നമ്മൾ ഇളക്കിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ തന്നെ ഒടിച്ചെടുക്കാം. യെസ്, അടുത്ത് നമുക്കിവിടെ യെസ് സംഭവം നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ ഇളക്കി. ഇനി ഈ ഒരു ശകലം കൂടെ ഉണ്ട്, അത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് നമ്മൾ പിച്ചി ഷേപ്പാക്കി എടുക്കണം. യെസ്, അപ്പോൾ മച്ചന്മാരെ നമ്മൾ കൊറിയൻ ഷുഗർ ക്യാൻഡി 2 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് വന്നതാണ് ഇത്രയും സാധനങ്ങൾ. ഇത് കണ്ടോ, ഇതെല്ലാം അതിൻ്റെ വേസ്റ്റാണ്. ഇനി നമുക്ക് ഇതുപോലെ 4 എണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നേരെ നമുക്ക് 4 എണ്ണം കൂടെ ഉണ്ടാക്കിയിട്ട് കാണാം. എൻ്റെ കൈ നിറച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുക്കീസാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇവിടെ വെക്കാം. ഇവിടെ നമ്മൾ സ്റ്റാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 2 ഹേർട്ട്, വീണ്ടും നമ്മളൊരു സ്റ്റാർ സെറ്റ് ചെയ്തു, പിന്നെ ഒരു പൂ നമ്മൾ സെറ്റ് ചെയ്തു, ഒരു റൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹേർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഒരു ട്രയാങ്കിളൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈനിൽ എല്ലായിടത്തും തപ്പി നോക്കി ഇതുപോലെ കൊറിയൻ ക്യാൻഡിക്ക് വേണ്ടിയിട്ട്, പക്ഷേ എവിടെ തപ്പിയിട്ട് കിട്ടിയില്ല. അതാണ് നമ്മൾ ഇത് അങ്ങ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എന്തായാലും സംഭവം കണ്ടല്ലോ, കലക്കിയില്ലേ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കുറേ പ്രാക്ടീസ് ചെയ്തായിരുന്നു ആദ്യമേ. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫെയിലിയർ ആയി പോയതാണ്. ഒരുപാട് കുക്കീസ് നമ്മൾ ഉണ്ടാക്കി, അതിനകത്ത് നിന്ന് വിരലിലെണ്ണാവുന്നത് മാത്രമാണ് നമുക്കിവിടെ സെറ്റായി വന്നത്. ഏകദേശം 7 എണ്ണമാണ് നമുക്ക് സക്സസ് റേറ്റിൽ കിട്ടിയത്. അതുപോലെ നല്ല
ടഫാണ് ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ. ദാണ്ട് ഇത് കണ്ടോ, ഒന്ന് കൈകൊണ്ട് പിടിക്കുമ്പോഴേ ടപ്പേന്ന് പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടാതെ നമ്മൾ എടുത്തതാണ് ഈ ഒരു 7 എണ്ണം. നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിട്ടുള്ള സ്ക്വിഡ് ഗെയിമിലെ കൊറിയൻ ക്യാൻഡിയാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ പാടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഒരു 7 എണ്ണത്തോളം സക്സസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നേരെ നമുക്ക് ടാസ്കിന് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്തത് നിങ്ങൾ ടാസ്ക് വീഡിയോ ആയിരിക്കും കാണുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കിടിലൻ ടാസ്ക് വീഡിയോസും കിടിലൻ വീഡിയോസുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ അനൂപ് സൈനിങ് ഔട്ട്.